ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 2-3 ദിവസത്തിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇട്ട് നിങ്ങളുടെ കമൻസും ഒക്കെ വായിച്ചില്ലെങ്കിൽ എന്താ ഒരു സന്തോഷക്കുറവാണ്. അപ്പോൾ മിസ് ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഞാനും ഒരുപാട് മിസ് ചെയ്തു. അപ്പോൾ ഇന്ന് പൊന്നൂസും മോനൂട്ടനൊന്നുമില്ല, ഞാൻ മാത്രമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. രാവിലെ കുറച്ച് നേരം പെയ്തിട്ട് പിന്നെ വെയിലായിരുന്നു. അങ്ങനെ കറണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫോണൊക്കെ കുത്തിയിട്ട് ചാർജൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഒരുങ്ങി നിന്ന് വീഡിയോ ചെയ്യാൻ കാരണം 2 ഇൻസ്റ്റാഗ്രാം റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് യൂട്യൂബ് വീഡിയോ എടുക്കാം. മോനൂട്ടനൊക്കെ അമ്മയോടെ കിടക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ്. അപ്പോൾ ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് കുറേ വീഡിയോസൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് വാട്സ് ഇൻ മൈ ബാഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തൊന്ന് ചെയ്തതാണ്. എങ്കിലും നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പീലില്ല, ചെയ്യും. അപ്പോൾ അത് ചെയ്യാം. രണ്ടാമത്തേത് ഹോം ടൂർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഭയങ്കര മഴയും കാര്യവും നമുക്ക് ആകെ ചളം കുളമായി ഇരിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഹോം ടൂർ ചെയ്താൽ ഒരു രസം ഉണ്ടാവില്ല, നല്ല ഒരു വൃത്തി ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഒരു ഇച്ചിരി കുറഞ്ഞതിന് ശേഷം ചെയ്യാം. പിന്നെ എപ്പോഴും ചോദിക്കുന്നത് ഞങ്ങളുടെ ലവ് സ്റ്റോറി പറയുന്നതാണ്. അപ്പോൾ അത് ഞാൻ പറയും, പക്ഷേ അത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. ഞാനും അണ്ണനും കൂടി, അണ്ണൻ വന്നിട്ട് ഇൻഷാല്ലാ ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ചിരുന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഇപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ആ ലവ് സ്റ്റോറിയുടെ തന്നെ ഒരു ചെറിയൊരു പാർട്ടാണ്. ഇപ്പം നമ്മളൊരു 8 വർഷം ഇങ്ങനെ സ്നേഹിക്കുന്ന സമയത്ത് അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം കാണുമല്ലോ. എന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ച് ബ്രേക്കപ്പായി പോകേണ്ട ഒരു സാധനം പിടിച്ച് നിർത്താൻ പറ്റിയൊരു സംഭവം. അപ്പോൾ അത് ഫോൺ കോളിലായിരുന്നു. അപ്പോൾ അതിന് ആ ഫോൺ കോളിൽ തുടക്കം ഇടുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുമല്ലോ എന്തായാലും. അപ്പം അങ്ങനെയുള്ളൊരു സംഭവമുണ്ട്. പിന്നെ നമ്മുടെ ലൈഫിൽ ഏറ്റവും നമ്മൾ സന്തോഷിക്കുന്ന സമയം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂൾ ടൈം തന്നെയാണ്. അപ്പോൾ ആ ഒരു 8ാം ക്ലാസ് ലാസ്റ്റ് 9 തുടക്കമൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു ജേർണി, ഈ ഒരു സ്നേഹം തുടങ്ങുന്നതും ആ ഒരു സമയത്ത് തന്നെയാണ്. അപ്പോൾ പിന്നെ 8 വർഷം കഴിഞ്ഞു. ഇപ്പം ദേ പൊന്നൂസും മോനൂട്ടനും 2 കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നു. സന്തോഷം, അൽഹംദുലില്ലാ. അപ്പോൾ ആ ഒരു സമയത്തെ ഉള്ള +1 +2 അല്ലെങ്കിൽ 8, 9, 10 ആ ഒരു സമയം വെച്ചാൽ നമുക്ക് മറക്കാൻ പറ്റാത്ത സമയമാണ് സ്കൂൾ ടൈമിൽ. ഒരിക്കലും എത്ര വർഷം കഴിഞ്ഞാലും ആ ഒരു രസവും സന്തോഷവും നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ ആ ഒരു സമയത്തെ പ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ് നമ്മുടെ ഓട്ടോഗ്രാഫ്. അപ്പോൾ ആ ഒരു 10ാം ക്ലാസ്സിലെ ഓട്ടോഗ്രാഫാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നേഴ്സിങ്ങിന് പഠിച്ചതൊക്കെ ഓട്ടോഗ്രാഫ് ഉണ്ട്, പക്ഷേ ആ 10ലെ ഓട്ടോഗ്രാഫ് അതാണ് ഞങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഓട്ടോഗ്രാഫ് കാണിക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തേക്കാണ് ബെൽ ബട്ടൺ ഇടാൻ പറ്റുക. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് എൻ്റെ 10ാം ക്ലാസ്സിലെ ഓട്ടോഗ്രാഫ്. ഇതാണ് എൻ്റെ +2ലെ ഓട്ടോഗ്രാഫ്. ഇനിയും ഓട്ടോഗ്രാഫ് ഉണ്ട്. നേഴ്സിങ്ങിനൊക്കെ പഠിച്ചപ്പോൾ ഉള്ള ഓട്ടോഗ്രാഫ് ഉണ്ട്, പക്ഷേ അത് ഞാൻ കാണിക്കുന്നില്ല. അതിലങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം നമ്മുടെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള സമയമെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്കൂൾ ടൈം തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ഈ 10ാം ക്ലാസ്സിലെ കാണിക്കാം, പിന്നീട് ഇത് വായിക്കാം. അപ്പം ഞാൻ അന്ന് 10ൽ പഠിക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമയാണ് ലോലിപോപ്പ്. അപ്പോൾ അന്ന് ഈ ലോലിപോപ്പിൻ്റെ ഓട്ടോഗ്രാഫ് ആയിരുന്നു ട്രെൻഡിങ് ആയിട്ട് നിന്നത്. അപ്പോൾ മിക്കവരും വാങ്ങിച്ചത് ഇതാണ്. താഴത്തെ ഒരു കടയുണ്ട്, ഞങ്ങളുടെ സ്കൂളിൻ്റെ താഴത്തെ കട, അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൽ തന്നെ ഈ നമ്മളെ മിനുക്കൊക്കെ വെച്ചിട്ട് ഞാൻ ബാക്കിൽ എസ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിലൊരു എസ് ഞാൻ എന്തോ വഴക്കുണ്ടായപ്പോൾ ഇളക്കി കളഞ്ഞാണ് കേട്ടോ. പിന്നെ ഫസ്റ്റ് അന്ന് ഞാൻ ഈ ഓട്ടോഗ്രാഫ് എല്ലാവർക്കും കൊടുത്ത സമയത്ത് സാധാരണ എഴുതാൻ കൊടുത്തപ്പോൾ അണ്ണൻ്റെ ഫോൺ നമ്പറും എഴുതി എസ് എന്ന് എഴുതി തന്നെയാണ്. അപ്പോൾ അന്ന് ഞാനിത് അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഇത് എഴുതിയിട്ടുണ്ട്, വിളിക്കാൻ മറക്കരുതേ, അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കൊണ്ടുവന്നിട്ട് കുറേ ദിവസം ഇങ്ങനെ ആലോചിച്ചു, വിളിക്കണം അങ്ങനെ കുറേ. എന്ന് വെച്ചാൽ നമ്മൾ 8ാം ക്ലാസ്സിലെ ലാസ്റ്റാണ് ഇങ്ങനെ ഓരോരുത്തരൊക്കെ പറഞ്ഞിങ്ങനെ ഇഷ്ടമാണ്, അതിനൊക്കെ ഒരു ഇതുണ്ട്. അതൊക്കെ ഞാൻ ലവ് സ്റ്റോറി പറയാം. അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാച്ച് ചെയ്യാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കാൻ തുടങ്ങി.
ശ്രദ്ധിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ട് 9 ആയപ്പോഴത്തേക്കും അണ്ണൻ നമ്മൾ രാവിലെ ഞങ്ങൾക്ക് അവിടെ ഒരു ട്യൂഷൻ ക്ലാസ് സെൻ്റർ ഉണ്ട്. അപ്പോൾ അവിടുന്ന് സ്കൂളിലോട്ട് ഇങ്ങനെ കൂട്ടുകാരായിട്ട് നടന്നു പോകുന്ന ആ സമയമുണ്ട്, അവിടെ വന്നിങ്ങനെ നിൽക്കും കാണാനായിട്ട്. പിന്നെ അതുപോലെ തിരിച്ചു വരുമ്പോഴും കാണാനായിട്ട് നിൽക്കും. പിന്നെ തിരിച്ചു ഒരുമിച്ച് GP വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കും. അങ്ങനെ പോയിട്ട് ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് മിണ്ടയും സംസാരിക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. നമുക്ക് അന്ന് ആ സമയത്ത് ഫോണും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മളൊക്കെ കൊച്ചു പിള്ളേരാണ്. ഫോൺ പിന്നെ അന്ന് അത്ര ഇതായിട്ട് വീഡിയോ കോളും അങ്ങനൊന്നും ഇറങ്ങിയിട്ടില്ല. ടച്ചിങ് സെറ്റൊന്നും അങ്ങനെ ഇല്ല. സാധാരണ അത്താക്ക് അമ്മയ്ക്കൊക്കെ ഉള്ള സാധാരണ ഫോണായിരുന്നു, നോക്കിയയുടെ സെറ്റാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വിളിയും കാര്യമൊന്നുമില്ല, ഇങ്ങനെ കണ്ട് സംസാരിക്കുക അങ്ങനെയൊക്കെയുള്ളൂ. അപ്പോൾ അങ്ങനെ പോയിട്ട് ലാസ്റ്റ് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഓട്ടോഗ്രാഫ് എഴുതാൻ കൊടുത്തു. അങ്ങനെ ജീപ്പിൽ വെച്ചിട്ട് നമ്മുടെ ഇവിടെയുള്ള അണ്ണന്മാരൊക്കെ ഉണ്ട്. ഞാനും അണ്ണനും 2 വയസ്സിന് മുമ്പേ ഉള്ളൂ. ഞാൻ 9 പഠിക്കുമ്പോൾ +1 പഠിക്കുകയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ആ അണ്ണന്മാർക്കൊക്കെ എഴുതാൻ കൊടുത്തപ്പോൾ ഞാൻ സാധാരണ എഴുതാൻ കൊടുത്തപ്പോൾ അണ്ണൻ എഴുതി വെച്ചതാണ് ഈ കാണുന്നത്. വിളിക്കാൻ മറക്കരുത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ സ്കൂളിൽ പിന്നെ നമ്മൾ പോകുന്നില്ല. പിന്നെ +1 റിസൾട്ട് വന്ന് +1 പോകാൻ ആ ഒരു അത്രയും ടൈം എടുക്കും അഡ്മിഷൻ കിട്ടി. അപ്പോൾ ആ ഒരു സമയത്തൊന്നും നമുക്കങ്ങനെ കാണാനും സംസാരിക്കാനും ഒന്നും പറ്റില്ല. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ഫോൺ നമ്പർ എഴുതി തന്ന് ലാസ്റ്റ്. ഇനിയിപ്പം നമ്മൾ മുൻകൂട്ടി ചിന്തിച്ചു ഇനിയിപ്പം 2-3 മാസം കാണാനും അങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ അങ്ങനെ മിന്നായം പോലെ കാണും. പക്ഷെ അല്ലാതെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട് അണ്ണ എഴുതി തന്നെയാണ് അന്ന്. വിളിക്കാൻ മറക്കരുതേ. അങ്ങനെ പിന്നെ കുറേ ദിവസം 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞ് വിളിച്ചു കേട്ടോ. മിസ് കോൾ അടിച്ച് ഷാജഹാൻ പേരെ കൊണ്ടിട്ട് മഷി മായ്ച്ച് വെച്ചിട്ട് ഷാജഹാൻ എന്ന് പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റും, എനിക്ക് കാണാൻ പറ്റും. മുകളിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഫോട്ടോയെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി പിന്നെ ഞാൻ നമ്മുടെ അഡ്രസ്സൊക്കെ എഴുതിയിട്ട് സാലിഹ ഷാജഹാൻ അങ്ങനെയൊക്കെ എഴുതി. പിന്നെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് വായിച്ചോ പക്ഷേ നോവിക്കരുത്. എനിക്ക് നോവും. അങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും വായിക്കാൻ കൊടുക്കുമ്പോൾ പന്നലാക്കരുത് എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ നോക്കുന്നത്, സമയം കളയാതെ വേഗം വായിക്കും. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ എഴുതുമല്ലോ, ഇത് മൊത്തം എൻ്റെ ബയോഡേറ്റ മൊത്തം ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എഴുതിയേക്കുന്നത് ഈ ഓട്ടോഗ്രാഫിൽ തൂലിക ജലിപ്പിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ ബൈ സാലിഹ. അതിനുശേഷം പിന്നെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ 16 പേരും ഇതിൽ വിലപ്പെട്ട ഓട്ടോഗ്രാഫുകൾ സൂക്ഷിക്കുന്നു എന്നാണ്. അന്ന് ക്ലാസ്സിൽ 16 ഗേൾസാണ് ഉണ്ടായിരുന്നത്. അതാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ ജീവനും ആത്മാവും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എൻ്റെ ജീവിതമാണ് ഈ ഓട്ടോഗ്രാഫ്. അതിൽ പതിച്ചിരിക്കുന്ന ഓരോ അക്ഷരങ്ങളും എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എൻ്റെ സ്വത്താണ് എൻ്റെ ഈ 10 വർഷത്തെ ഓർമ്മകൾ നിറഞ്ഞ ഈ ഓട്ടോഗ്രാഫ് ബൈ സാലിഹ. അതാണ് ഞാൻ ഇത്രയും വിവരിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുക. അന്നൊക്കെ ഇച്ചിരി കവിതാപരമായിട്ടൊക്കെ ചിന്തിക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല. പിന്നെ ഇത് എൻ്റെ അന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചൊക്കെ നടന്നപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടായിരുന്ന ജീനു എഴുതിയതാണ് ഫസ്റ്റ് പേജിൽ തന്നെ. പക്ഷേ ഇപ്പോൾ എല്ലാവരും ജസ്റ്റ് ഫ്രണ്ട്സാണ്. കാരണം എല്ലാവർക്കും ജീവിതമായി കാര്യങ്ങളൊക്കെ ആയപ്പോൾ എല്ലാവരും അകന്നകന്ന് പോയി. പിന്നെ ഇപ്പോൾ ഉള്ളത് നേഴ്സിങ്ങിനൊക്കെ പഠിച്ചപ്പോൾ ഉള്ള കൂട്ടുകാരാണ് ഇപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നത്. പിന്നെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ ഫ്രണ്ട്സ് അവരൊക്കെയാണ് ഇപ്പം അല്ലാതെ ബെസ്റ്റായിട്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരും ജസ്റ്റ് അല്ലെങ്കിൽ മെസ്സേജ് എന്തെങ്കിലും അയക്കുമ്പോൾ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ്, അല്ലെങ്കിൽ ഒരു പെരുന്നാൾ വരുമ്പോൾ ഈദ് മുബാറക്, അത്രയൊക്കെയായി ജസ്റ്റായിട്ട് എല്ലാവരും മാറി. അപ്പോൾ അവൾ എഴുതിയൊക്കെയാണ് ഡിയർ സാലിഹ, നിന്നെ ഞാൻ കണ്ട നാളെ നീയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ അവൾ കുറച്ച് അവളുടെ ബയോഡേറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ആരും ഒന്നും എഴുതിയിട്ടില്ല. പിന്നെ ഷിഫാൻ, ഡിയർ ഷിഫാൻ, ഡിയർ ഫ്രണ്ട് സാലിഹ, മലയാളത്തിൽ കണ്ടുമുട്ടി, മലയാളത്തിൽ പഠിച്ചു, മലയാളത്തിൽ പറയട്ടെ, മംഗളാശംസകൾ, ബെസ്റ്റ് വിഷ് ഫോർ SLC എക്സാമിനേഷൻ ബൈ ഷിഫാന. അവളെ ഇമെയിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ അറിയിക്കാമെന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ നീതു, ഡിയർ ഫ്രണ്ട്, പുള്ളി സാരി ഉടുത്ത് പുള്ളിക്കാരുമൊത്ത് പുള്ളിക്കാറിൽ പോകുമ്പോൾ
പിള്ളേരെ എടുക്കാൻ മറക്കല്ലേ സോദരി. പിന്നെ ബെസ്റ്റ് ഫിഷ് ഫോർ SSLC എക്സാമിനേഷൻ, പിന്നെ കുറേ ബയോഡേറ്റ ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെയും കൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാമെന്ന് വെച്ചിട്ട് വായിക്കുകയാണ് കേട്ടോ. പിന്നെ സുബീഷ്, എൻ്റെ സുന്ദരി സാലി, നിൻ്റെ മനസ്സിൻ്റെ മണിയറയിൽ എന്തെങ്കിലും ഒരാളുണ്ടായാൽ ആ ആളെ മാത്രം സ്വന്തമാക്കുക. ആ ആളെ മാത്രം സ്വന്തമാക്കി.